സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മൈസൂർ മൃഗശാല, ഔദ്യോഗികമായ ശ്രീ ചാമരാജേന്ദ്ര മൃഗശാല, ഇന്ത്യയിലെ പ്രാചീനമായ മൃഗശാലയിൽ ഒന്നാണിത്. 1892 സ്ഥാപിതമായത് മൈസൂർ നഗരത്തിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ 168ലധികം മൃഗങ്ങളും പക്ഷികളുമുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ നേരെ മുമ്പോട്ട് നടന്നു. ഇവിടെ നമുക്ക് കുറേ ഇനം തത്തകളെ കാണാം. നല്ല പച്ച നിറമുള്ള തത്ത. തത്തകളെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കുറേ കാണാറുണ്ട്. പക്ഷേ കണ്ടിട്ട് വലിയ കൗതുകമൊന്നും തോന്നിയില്ല. നമ്മൾ മുമ്പോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. അടുത്തതായി നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെയാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ആരെയോ നോക്കുന്നുണ്ട്. 1 മൈൽ മാത്രമേ നമുക്ക് കൂട്ടിലുള്ളൂ. തൊട്ടപ്പുറത്തെ കൂട്ടിൽ നോക്കിയപ്പോൾ നമുക്കൊരു മൂങ്ങയും കാണാൻ കഴിഞ്ഞു. സാധാരണയായി നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്നത് കൊണ്ട് നമുക്ക് വലിയ കൗതുകമൊന്നും തോന്നിയില്ല. കുറേ ലവ് ബേർഡ്സ് കൂട്ടങ്ങളെയും കണ്ടു. ഇത് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. പിന്നെ ഒരു പക്ഷിയെ കണ്ടിട്ട് വിദേശിയാണെന്ന് തോന്നുന്നു. പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മുമ്പോട്ട് തന്നെ നടക്കാൻ തീരുമാനിച്ചു. മുമ്പോട്ട് നടന്നപ്പോൾ വീണ്ടും പച്ചത്തത്ത. ഇതേതോ പ്രത്യേക സ്പീഷീസിൽ പെട്ടതാണെന്ന് തോന്നുന്നു. തത്തകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ ഒരു ഏരിയ. അങ്ങോട്ട് പോയപ്പോൾ നാണ്ടെ വെള്ള നിറമുള്ള നല്ല മനോഹരമായ തത്ത. കുട്ടികളെല്ലാം നല്ല ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നു. അവർക്ക് പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വേറെ സ്പീഷ്യത്തിൽപ്പെട്ട ഒരു പച്ചത്തത്ത. വാലിൽ നല്ല നീല നിറമുണ്ട്. കാണാൻ നല്ല രസമാണിവയെ. എന്തോ കൊത്തി തിന്നുകയാണെന്ന് തോന്നുന്നു. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ നമുക്ക് ആഫ്രിക്കൻ തത്തയെ കാണാൻ പറ്റി. സംഭവം കാണാൻ വീഡിയോയിൽ ചെറുതാണെങ്കിലും നല്ല വലിപ്പമുണ്ട്. മുകളിലിരുന്ന് ആരെയോ വീക്ഷിക്കുകയാണ്. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച ലിയോപാഡ്, ഇന്ത്യൻ പുള്ളിപ്പുലി. മൃഗശാലയിലെ ഒരു പ്രധാന ആകർഷണമാണ്. അതിൻ്റെ സുന്ദരമായ ചാരനിറവും കറുത്ത പുള്ളികളും കാണാൻ മനോഹരമാണ്. അതിൻ്റെ ശക്തമായ ശരീരഘടനയും നിസ്സാരമായ ചലനങ്ങളും ഒരു വിസ്മയമായ കാഴ്ച തന്നെയാണ്. വന്യജീവി സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഇവ നമ്മുടെ ജൈവ വൈവിധ്യത്തിൻ്റെ സുപ്രധാന ഭാഗമാണ്. നമ്മുടെ ക്യാമറ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും റോന്ത് ചുറ്റുന്നു. ഏകദേശം 5 മണിയായി. ഈവനിങ് ആയതുകൊണ്ട് പുള്ളിക്കാരൻ വാക്കിങ്ങിന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ആഫ്രിക്കൻ കടുവകളും ബംഗാൾ കടുവകളും ഉൾപ്പെടെ വിവിധ തരം കടുവകൾ കാണുന്ന ഈ മൃഗശാലയിൽ ബംഗാൾ കടുവ വലിയ ആകർഷണമാണ്. അവയുടെ തിളക്കമുള്ള കോശങ്ങളും അതിൻ്റെ കറുത്ത വരകളും അവയെ അപൂർവമാക്കുന്നു. ഭയങ്കരവും അതേസമയം മനോഹരമായ ഈ ജീവി ലോകത്തിലെ ഏറ്റവും വലിയ മൃഗപ്രജാതികളിൽ ഒന്നാണ്. ഇവയുടെ കരുത്തും പരാക്രമവും കാണുന്ന ഓരോരുത്തർക്കും ഒരു വിസ്മയമായി മാറുന്നു. ഈവനിങ് സമയമായതുകൊണ്ട് ഫുഡിന് വേണ്ടി പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അടുത്ത് നമുക്ക് കാണാൻ പറ്റിയത് കാട്ടിലെ രാജാവ് സിംഹം. അതിൻ്റെ മഹത്തായ രൂപവും ഭയാനകമായ സിംഹനാദവും കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നു. റിംഗ് ടെയിൽഡ് ലെമൂർ മൈസൂർ മൃഗശാലയിലെ ഒരു പ്രത്യേക ആകർഷണമാണ്. ഇവരുടെ പുള്ളിയുള്ള വാലുകളും നീണ്ട മുഖവും അതിൻ്റെ പ്രത്യേകതയാണ്. മഡഗാസ്കറിൽ നിന്നുള്ള ഇവ സാമൂഹിക ജീവികളാണ്. മൈസൂർ മൃഗശാലയിലൂടെ നടക്കാനുള്ള ആകെ ദൂരം ഏകദേശം 4 കിലോമീറ്ററാണ്. മൃഗശാലയുടെ വിസ്തീർണം ഏകദേശം 157 ഏക്കറാണ്. കൂടാതെ ഈ വിപുലമായ വിസ്തീർണത്തിൽ സന്ദർശകർക്ക് വിവിധ മൃഗങ്ങളെ കാണുന്നതിനായി വൈവിധ്യമാർന്ന പാതകളുണ്ട്. ഗൊറില്ല മനുഷ്യർക്ക് ഏറ്റവും അടുത്ത് ബന്ധമുള്ള പ്രൈമേറ്റുകളിലൊന്നാണ്. ഇവരെ അവരുടെ ശക്തിയുടെയും നീണ്ട വലിപ്പത്തിൻ്റെയും കോശം കൊണ്ട് തിരിച്ചറിയാം. മനുഷ്യരെ പോലെ വലിയതും ബുദ്ധിമാനുമായ ഈ ജീവികൾ അവരുടെ സാമൂഹിക ജീവിതവും കുടുംബ ബന്ധങ്ങളും കൊണ്ട് ശ്രദ്ധേയരാണ്.
മൃഗശാലയിൽ ഗൊറില്ലയെ കാണുന്നത് ഇവരുടെ ചലനങ്ങളും പെരുമാറ്റങ്ങളും നിരീക്ഷിച്ച് ഒരു മികച്ച പഠനവും ആസ്വാദനവും നൽകുന്ന അനുഭവമാണ്. നമ്മളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഒരു റൗണ്ടൊക്കെ അടിച്ച് നേരെ പോകുന്നുണ്ട്. കുറച്ച് മുമ്പോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ഗൊറില്ലയെ കാണാൻ സാധിച്ചു. പുള്ളിക്കാരൻ എന്തോ കാര്യമായ പണിയിലാണ്. ആൾക്കാരെ അങ്ങനെ വലിയ ശ്രദ്ധയൊന്നുമില്ല. ബബൂൺ കുരങ്ങന്മാർ ആഫ്രിക്കയിൽ സവിശേഷമായി കാണപ്പെടുന്ന പ്രൈമേറ്റുകളിലൊന്നാണിവ. ഇവർക്ക് കൂട്ടമായി ജീവിക്കുന്നതാണ് ഇഷ്ടം. ചിമ്പാൻസികൾ മനുഷ്യരുടെ ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രൈമേറ്റുകളാണ്. ഇവർക്ക് വളരെയധികം ബുദ്ധിശക്തിയുണ്ട്. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും ആവിഷ്കാരങ്ങൾ കാട്ടുന്നതിലും ഇവർ ശ്രദ്ധേയരാണ്. കൂട്ടമായി ജീവിക്കുന്നതാണ് ഇവർക്കിഷ്ടം. ബ്ലാക്ക് റിനോസറസ് അഥവാ കറുത്ത കാണ്ടാമൃഗം ആഫ്രിക്കയിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒരു സവിശേഷ മൃഗമാണിവർ. ബ്ലാക്ക് റിനോസറസിന് ശക്തമായ കൊമ്പ് അതിൻ്റെ പ്രധാന സവിശേഷതയാണ്. ഈ കൊമ്പ് കാട്ടിലെ മരങ്ങൾ, ചെടികൾ, ശത്രുക്കൾ എന്നിവയുമായി ഏറ്റുമുട്ടാൻ ഉപയോഗിക്കുന്നു. ഇവയുടെ നേർത്ത മേൽപ്പാളിയുള്ള ചുണ്ടുകൾ ശാഖകളും ഇലകളും തിന്നാൻ സഹായിക്കുന്നു. ബ്ലാക്ക് റിനോസറുകൾ അതിൻ്റെ അക്രമ സ്വഭാവത്താലും ശക്തിയാലും അറിയപ്പെടുന്നു. സീബ്ര അതിൻ്റെ കരുത്തും സുന്ദരമായ വെള്ളക്കരിമ്പുള്ള വരകളും കൊണ്ട് പ്രശസ്തമാണ്. ഇവർക്ക് കൂട്ടത്തോടെ ജീവിക്കാനാണ് ഇഷ്ടം. ഉറാങ്കൂട്ടൻ വളരെ മനോഹരവും സവിശേഷവുമുള്ള ഒരു പ്രൈമേറ്റാണ്. ഇവരുടെ നീണ്ട കൈകളും തവിട്ട് നിറമുള്ള രോമങ്ങളും ഇവരെ ശ്രദ്ധേയമാക്കുന്നു. വളരെ ഒരു ബുദ്ധിയുള്ള പ്രൈമേറ്റുകളാണിവർ. അവർ രണ്ടുപേരും എന്തോ കുശലം പറയുകയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വളരെ ശ്രദ്ധയൊന്നുമില്ല. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ രണ്ട് കരടിക്കുട്ടന്മാരെ കണ്ടു. വളരെ അക്രമകാരികളാണിവർ. വൈൽഡ് ഡോഗ് കൂട്ടത്തിൽ ജീവിക്കുന്ന സ്വഭാവവും ശക്തമായ ബന്ധങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. ഇവർ കൂട്ടമായി വേട്ടയാടിയാണ് ജീവിക്കുന്നത്. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ച ഒരു കരടിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഏകദേശം 5:30 ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. മാനുകൾ പ്രകൃതിയുടെ ഒരു അപൂർവ സുന്ദരമായ സൃഷ്ടിയാണ്. അവരുടെ ദീർഘമായ കാലുകൾ, മൃദുലമായ കണ്ണുകൾ, ആകർഷകമായ കൊമ്പുകൾ എന്നിവയാണ് ഇവരുടെ സവിശേഷതകൾ. മാനുകൾക്ക് കാട്ടിലെ നീളം വരെ ചലിക്കാനും ഓടാനുമുള്ള കഴിവ് ഇവരെ വേട്ടയാടലിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. പൊതുവെ ഇവ സമൂഹവാസികളാണ്. ഒരുമിച്ചായുള്ള അവരുടെ ചലനങ്ങളും നിശ്ചലനങ്ങളുമെല്ലാം കാണാൻ മനോഹരമാണ്. മൃഗശാലയിൽ മാനുകളെ കാണുന്നത് അവരുടെ ജീവിതശൈലിയും അടുത്തറിയാൻ സഹായിക്കുന്നു. മൈസൂരു മൃഗശാലയിൽ വ്യത്യസ്തമായ മാനുകളെ നമുക്ക് കാണാം. പ്രത്യേക സ്പീഷ്യസിൽപ്പെട്ടവയും ഇവിടെയുണ്ട്. മുമ്പോട്ട് നടന്നപ്പോൾ വീണ്ടും ഇതാ ഒരു മാൻകൂട്ടം. ആരും കണ്ടു നിന്നു പോകും. വളരെ മനോഹരമാണ് ഇവയെ കണ്ടു നിൽക്കാൻ. ഗൗർ അല്ലെങ്കിൽ ഇന്ത്യൻ ബൈസൺ, ചിലർ ഇതിനെ കാട്ടുപോത്തെന്നും പറയാറുണ്ട്. ഇവയുടെ വലിയ ശരീരവും ശക്തമായ പേശികളും ഇവരെ പ്രത്യേകമാക്കുന്നു. ഗോപുരങ്ങളായ കൊമ്പുകൾ, തിളക്കമുള്ള കറുത്ത നിറം, ഭയാനകമായ രൂപം എന്നിവയാണ് ഇവയുടെ സവിശേഷതകൾ. വനപ്രദേശങ്ങളിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. വലിയ കൂട്ടങ്ങളിൽ ജീവിക്കുന്ന ഗൗർ അതിൻ്റെ കരുത്തും ശക്തിയും കൊണ്ട് പ്രശസ്തമാണ്. മൃഗശാലയിൽ ഗൗറിനെ കാണുന്നത് ഈ മഹത്തായ ജീവിയുടെ ജീവിതത്തെ അടുത്തറിയാൻ ഒരു വിശിഷ്ട അവസരമാണ്. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ കുറച്ച് ആനക്കൂട്ടങ്ങളെ കണ്ടു. നമുക്ക് പരിചയമുള്ള മൃഗമായതുകൊണ്ട് വലിയ കൗതുകമൊന്നും തോന്നിയില്ല. അതിൻ്റെ ട്രെയിനറാണെങ്കിൽ സവാരി ചെയ്യുകയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഇവയെ കണ്ടു നിൽക്കാൻ. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴാണ് നമ്മൾ മ്ലാവും കൂട്ടങ്ങളെ കണ്ടത്. നല്ല മനോഹരമാണ് ഇവയെ കാണാൻ. ഈവനിങ് ആയതുകൊണ്ട് പുല്ലൊക്കെ തിന്ന് നല്ല സുഖമായി നിൽക്കുന്നു.
കങ്കാരു ഓസ്ട്രേലിയയിലെ സവിശേഷമായ ഒരു മൃഗമാണ്. ഇവരുടെ നീളമുള്ള കാലുകളും ശക്തമായ പിൻകാലുകളുമാണ് ഇവയെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ചാട്ടത്തിൽ തന്നെ നീണ്ട ദൂരം സഞ്ചരിക്കാൻ ഇവർക്ക് കഴിവുണ്ട്. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ കുറച്ച് മുതലക്കൂട്ടങ്ങളെ കണ്ടു. വെള്ളമില്ലാത്തതുകൊണ്ട് സൈലൻ്റായി കിടക്കുകയാണ് ആശാന്മാർ. അപ്പുറത്ത് ഒരു കുളത്തിൽ ഒരു വാത്ത തന്നെ നടന്നു പോകുന്നു. ജിറാഫാണ് ഈ വീഡിയോയുടെ അവസാനത്തെ കാഴ്ച. ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ നടന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം.